ലഞ്ച് കഴിക്കാൻ പോവുക. ഇന്ന് ഇത് കണ്ടോ, ബീഫ് കറി എല്ലാം ഉണ്ട്. ഇന്ന് വീട്ടിലുണ്ടാക്കിയതല്ല, ഞങ്ങളുടെ ആറ്റിലെ വള്ളംകളിയാണ്. അപ്പോൾ അപ്പുറത്ത് സദ്യ ചെറിയ രീതിയിലുണ്ടാക്കി, അതിൻ്റെ ബീഫ് കറി വേണ്ടതുണ്ട്. ബീഫ് കറി ശകല എടുക്കത്തോട്ടോ, ബാക്കി അങ്ങ് എടുത്ത് കുറിച്ചാതെ വെക്കും, വൈകുന്നേരത്തേക്ക് എടുക്കാം. ഇത്രയൊന്നും കഴിക്കത്തില്ല. അഞ്ചാം അയില വേവിച്ചതുണ്ട് 2 പീസ്, പിന്നെ മീൻ പറ്റിച്ചത്, പിന്നെ ക്യാബേജും ക്യാരറ്റോടെ തോരൻ, പുളിശ്ശേരി, ഇത്രയും ഉണ്ട്. കഴിക്കട്ടെ. അതിന് മുമ്പ് ഈ ബീഫ് കറി എടുത്തിച്ചങ്ങ് വെച്ചേക്കാം. കൃത്യം കഴിക്കത്തില്ല. അതുപോലെ ഞാൻ ഒത്തിരി ബീഫ് കറി കഴിക്കത്തില്ല. ബീഫ് ഫ്രൈ ഇഷ്ടമാണ്, കറി അങ്ങനെ ഒത്തിരി ഉപയോഗിക്കാറില്ല. അതുപോലെ വേണ്ടേ മീനുണ്ട്, മീൻ പറ്റിച്ചതുകൊണ്ട്, അയില വേവിച്ച് കൊടുക്കണ്ടേ 2 പീസുണ്ട് കണ്ടോ. അത് കാരണം കറിയും കുറച്ചെടുത്ത് വെച്ചേക്കാം. ഇത്ര മതി. ഇവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ശകലം എടുക്കാം ഈ പാത്രത്തിൽ. അതൊന്ന് ഇതിങ്ങനെ ഇരിക്കട്ടെ. എൻ്റെ പൂച്ചക്കൊണ്ട് കൊടുത്തു ഞാൻ മീൻ പറ്റിച്ചതും ബീഫ് കറിയും ഇട്ട്. കഴിക്കട്ടെ ഇനി. അതിന് മുമ്പ് ശകലം ഉപ്പ് ഒഴിക്കട്ടെ. ഉപ്പൊഴിച്ചു. അപ്പുറത്ത് ആ പിള്ളേരെല്ലാം ഇട്ട് ആ പി ഇട്ട് ഊതുക, ഭയങ്കര സൗണ്ട്. ഇച്ചിരി ബീഫ് കറി, മീൻ പറ്റിച്ചത്, പിന്നെ ഇത്ര എടുക്കാം. പിന്നെ അയില പിന്നെ എടുക്കാം. ചോറ് ഇച്ചിരി വേഗം ഉണ്ട് കേട്ടോ. ബീഫ് കറി നല്ലതാണ്, നല്ല രുചിയുണ്ട്. ഓ, ബീഫിൻ്റെ ഇച്ചിരി ഗ്രേവി ഇട്ട് ഇളക്കട്ടെ. പിന്നെ ഒത്തിനുണ്ടോ, ഞാൻ ഒരു കാര്യം പറയാം. ഈ മീൻ പറ്റിച്ചത് ഇതിനോട് ഉണ്ടാക്കിയല്ലോ കേട്ടോ, ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇത് മീൻ പറ്റിച്ചത് കണ്ണിയില പറ്റിച്ചതാണ്, മാങ്ങ ഇട്ട് കണ്ടോ. കഴിഞ്ഞ ദിവസം വെച്ചാൽ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതോടെ ഈ കഴിക്കുന്നുണ്ടെങ്കിൽ എടുത്തുവെന്നേ ഉള്ളൂ. ഇളക്കട്ടെ നല്ലോണം. അതിനോട് ശാലോട് പീസിൽ എടുക്കട്ടെ. മീൻ കറിയും ബീഫ് കറിയും കഴിക്കുമ്പോഴല്ലോ ഞാൻ മോരെ പുളിശ്ശേരി എടുക്കത്തില്ല. ഇതോട് കഴിച്ചാൽ എനിക്ക് വയറുവേദന ഉണ്ടാവും. കഴിക്കത്തേ ഇല്ല. അത് കാരണം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. ഒരെണ്ണ ഇട്ടുള്ളൂ 1 കിലോ കണ്ണിയില പറ്റിച്ചപ്പോഴത്തേക്ക്. അതുപോലെ പുളി ഉണ്ടായിരുന്നു ആ മാങ്ങയ്ക്ക്. ഇത് കഴിച്ച് വേണം വള്ളംകളിക്ക് പോകാൻ. 2:30 ആകുമ്പോഴത്തേക്ക് തുടങ്ങും. വെപ്പും ചുരുളും മാത്രമേ ഉള്ളൂ കേട്ടോ, ചുണ്ടമ്പളമൊന്നുമില്ല.
ക്യാബേജും ക്യാരറ്റുടെ തോരൻ വെച്ചതും നല്ലതായിരുന്നു. ശരി, ശകലം വെച്ചിട്ടുണ്ടായിരുന്നു. ചോറായിരുന്നു ഇങ്ങനെ പൊങ്ങിയിരുന്നത്, അവിടെ ഇച്ചിരി ഉള്ളായിരുന്നു. മുള്ളു വേണ്ടത്. ഞാൻ പൂച്ചക്കൊണ്ട് ചോറ് കൊടുത്തു കേട്ടോ. അത് നേരത്തെ തന്നെ കൊണ്ട് കൊടുത്തു കഴിക്കാൻ. ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു അവർക്ക് പുറത്ത് കിടന്നു. അത് കാരണം എല്ലാവരും ഭയങ്കര എന്ത് രുചിയാണെന്ന് അറിയുക. ഇച്ചിരി അതിൻ്റെ പീസ് ഇച്ചിരി മത്തി പരിച്ചതും തേങ്ങാപ്പീര്, ഇച്ചിരി തോരൻ, ഒരു ബീഫിൻ്റെ ചെറിയൊരു പീസ്. ഓക്കെ, എന്നിട്ട് എന്നാ രുചിയാണ്. പുളിശ്ശേരി ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുന്നു. ഈ മീൻ പറ്റിച്ചതിൻ്റെ കൂടെ കഴിയുമ്പോഴത്തേക്ക് മീൻ പറ്റിച്ചതും ഇതോടെ കഴിക്കാം വൈകുന്നേരം. മുട്ട എടുക്കട്ടെ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതും ഇരിക്കട്ടെ. ചോറ് മൊത്തം കഴുകട്ടെ. ഭയങ്കര കളറാണ് വേണ്ടേ കറിക്ക്, പക്ഷേ എരിവില്ല കേട്ടോ. കാശ്മീരി ചില്ലിയ. മൊത്തം ഇളക്കട്ടെ. ഇതുകൂട്ട് ഇളക്കട്ടെ. മൊത്തം ഇളക്കിയിട്ട് കഴിക്കാം. മീൻചാറും ബീഫിൻ്റെ ഗ്രേവിയും തോരനും എല്ലാം ഇട്ട് ഇളക്കിയത് അടിക്കട്ടെ. ഓ, അതില്ല ഒരു പീസ് വയ്യാതെ എടുക്കാം. അതിവിടെ കഴിക്കാൻ വയ്യ. മാങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, മുള്ളെല്ലാം മാറ്റട്ടെ മീൻ്റെ. ഇതിൻ്റെ അരയോടെ അങ്ങ് മാറ്റിക്കാം. അരയുടെയും കൂടെ കണ്ടോ കണ്ടോ, ഇത്രയും മുള്ളുണ്ട്.
വലിയൊരു കഷ്ണം വെളുത്തുള്ളി. എല്ലാവരും ഒരു ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ബീഫ് കറിയെ, അയലക്കറി, മീൻ പറ്റിച്ചത്, ക്യാബേജ്, ക്യാരറ്റ് തോരൻ. എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ് മറക്കരുത് കേട്ടോ. വീഡിയോ അങ്ങ് നിർത്തുവാണേ. ബീഫ് കറിക്ക് ഇച്ചിരി എരിവുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞു.